രണ്ടുപേരെയും ആ ഉമ്മ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഉമ്മാന്റെ മോട്ടീവ് എന്താന്നുള്ളത്. ഉമ്മാക്ക് വേണ്ടത് ഉമ്മാന്റെ മകനെയോ അല്ലെങ്കിൽ എന്നെ മരുമകളായിട്ട് അംഗീകരിക്കുന്നതോ അല്ല. ഒരിക്കലും ആ ഉമ്മ എന്നെ, ഞാൻ വിചാരിച്ചിരുന്നു ആ ഉമ്മ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ അംഗീകരിക്കുന്നത്. പക്ഷെ ആ ഉമ്മാന്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരിക്കലും ആ ഉമ്മ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞാൻ ട്രാൻസ് ആയി പോയതാണോ തെറ്റെന്ന് എനിക്ക് അറിയില്ല. ഒരുപാട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ, ഉന്നത നിലയിലുള്ള ആൾക്കാർ കല്യാണം കഴിച്ചത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇത്തരം ആൾക്കാര്, പിന്നെ അതിൽ ഉമ്മ കുറെ കള്ളങ്ങൾ പറഞ്ഞു. ഞാൻ ഉമ്മാനെ ഇതുവരെ തെറി പറഞ്ഞിട്ടില്ല. അങ്ങനെ തെറി പറഞ്ഞിട്ടില്ല. ഉമ്മ വീഡിയോസ് ഇറക്കട്ടെ, ഞാൻ തെറി പറഞ്ഞൊരു വോയിസ് ഉണ്ടെങ്കിൽ അത് ഇറക്കട്ടെ. ആ ഉമ്മ എന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഉമ്മ എന്ന ഒരു പരിഗണന വെച്ച് ഞാൻ അത് ഇവിടെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല. അതുപോലെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ലുലുന്ന് എന്തോ മോഷ്ടിച്ചത്. ഞാൻ അങ്ങനെ ഒരു മോഷ്ടിക്കുന്ന ആളല്ല. നമുക്കറിയാം ലുലുന്ന് ഒരു പിന്ന് പോലും മോഷ്ടിക്കാൻ നമുക്ക് പറ്റില്ല. അത് കഴിഞ്ഞാൽ അത് ഇതിന്റെ എല്ലാം പിന്നോടിയായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് ഫഹദും നന്ദിനിയാണെന്നുള്ളത് വളരെ ഈസിയാണ്. കാരണം അവർക്ക് വേണ്ടത് എന്നെ താറടിക്കുക, എന്റെ പേര്